എങ്ങനെയുണ്ട്? എല്ലാരും പെട്ടില്ലേ? ഞാൻ പെട്ടു, നിങ്ങൾ എല്ലാരും പെട്ടു. ഇതൊക്കെ മാറ്റിവെക്കാം. ബിഗ് ബോസ് എണ്ണം പെട്ടില്ലേ? അതിൽ പണിയെടുക്കുന്ന 350 ക്രൂ മെമ്പേഴ്സ് പെട്ടില്ലേ? എന്ന് വേണ്ട, നമ്മുടെ വീക്കെൻഡിൽ വരുന്ന ഹാഫിസ് എണ്ണം പെട്ടില്ലേ? എല്ലാവർക്കും പണി തന്നിട്ടുണ്ട്. അപ്പൊ ജാഫ്രിക്കയുടെ കുറച്ചധികം വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്സ്, നോട്ടിഫിക്കേഷൻ ബട്ടൺ കുത്തി പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാലും ഒന്നും കൂടി, അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ്. നിങ്ങളിൽ കുറേ പേര് കേട്ടിട്ടുണ്ടായിരിക്കും, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി നമ്മുടെ മുല്ലപ്പൂവിന്റെ അച്ഛൻ മാറിയിരിക്കുകയാണ്, എല്ലാവരുടെ പേരിലും കേസ് കൊടുക്കുന്ന പറഞ്ഞേ. കംപ്ലീറ്റ് കേരളം അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഇത്രയും മാത്രം ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും മാത്രം ആളുകളുടെ നെഞ്ചത്ത് കയറുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം മകളെ ഒന്ന് നന്നാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു നഗ്ന സത്യമാണ്. അതെല്ലാം നമുക്ക് പറയണം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. കുറച്ച് നീണ്ടുപോയാലും കുറച്ചധികം കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോകാം. കാരണം ചാനൽ എപ്പോഴാണ് നിർത്തുക, നമ്മളൊക്കെ എപ്പോഴാണ് ജയിലിലാകാം, ഇതൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. നമ്മളൊക്കെ പെട്ടത് പോകട്ടെ, എല്ലാ യൂട്യൂബേഴ്സും കമന്റ് ഇട്ട ആളുകളെ വരെ കേസിൽപ്പെടുത്തുന്ന ഒരു തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലെ പുതിയ ജയിലുകൾ അത്യാവശ്യമായി വരും. ഇതുമാത്രം കേസൊക്കെ കൊടുത്ത് ഇത്രയ്ക്കും സീരിയസ് ആയിട്ടൊരു കാര്യം. എന്റെ കൈയൊക്കെ കണ്ട അങ്ങനെ വിറച്ചിട്ടുണ്ടല്ലോ, ഞാനിപ്പോ വിറച്ച് വീഴും. എന്തൊരു ഗതികേടാണല്ലേ. ഇപ്പോ ജാഫർ എന്ന് പറയുന്ന വ്യക്തി എന്ത് കേസ് കൊടുത്താലും, ഏത് ചാനലിന്റെ പേരിൽ കേസ് കൊടുത്താലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ ചോദിക്കുന്നത്, ഓക്കെ, കുറേ യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരു പ്രശ്നത്തെക്കുറിച്ച്, അതായത് ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളെ കുറിച്ച്, അശ്ലീലത്തെ കുറിച്ച്, ഒരു പബ്ലിക് ഷോയിൽ കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കാണിച്ചപ്പോൾ അതിനെതിരെ ഈ പൊതുജനം റിയാക്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്ന് ഇവരെ പോലെയുള്ള വൃത്തികെട്ട സാധനങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണോ? എന്ത് കണ്ടാലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണോ? അതായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. ഈ വ്യക്തി അത്രയ്ക്കും അഭിമാനമുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ സ്വന്തം മകളെയല്ലേ ആദ്യം നല്ലൊരു വഴിക്ക് നടത്തേണ്ടത്, അല്ലെങ്കിൽ സ്വന്തം മകൾക്കല്ലേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനു പകരം ഈവൻ ബിഗ് ബോസ് ഷോയിൽ ഒരു എൻട്രി കിട്ടിയപ്പോൾ പോലും അവിടെ ചെന്നിട്ട് എന്താണ് കാണിച്ചത്? നീ ചെയ്തതൊക്കെ വളരെ നല്ല കാര്യമാണ്, അപ്പാർട്ട് ഫ്രം ഒരു മാല ഊരി മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു മാറ്റുന്നു, ബാക്കി എല്ലാ കാര്യത്തിലും ഗെയിം സൂപ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകൾക്ക് മാക്സിമം കോൺഫിഡൻസ് കൊടുക്കുന്നല്ല പറയുന്നത്, വൃത്തികേടുകൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഫുൾ ലൈസൻസ് കൊടുത്തിട്ടല്ലേ ആ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഈ വ്യക്തി ഇറങ്ങി വന്നത്. അതിനെ കുറെ ആളുകൾ ന്യായീകരിച്ച് മെഴുകുന്നുണ്ടായിരുന്നു. സ്വന്തം മകളെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം മകള് വൃത്തികേടുകൾ കാണിച്ചു തുടങ്ങിയ സമയത്ത് അതിനെതിരെ നടപടി എടുക്കണമായിരുന്നു. അല്ലാതെ ഒരു ഷോയില് കാണിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അഴിഞ്ഞാട്ടം കാണിക്കുമ്പോ മിണ്ടാതിരുന്നിട്ട് ഇപ്പോ ജനങ്ങളുടെ മേത്തേക്ക് കയറുന്നോ? അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന നമ്മളെ പോലെയുള്ള വ്യക്തികളുടെ മേത്തേക്കാണോ കേസും കൊണ്ടുവരുന്നത്? ഇത്രയ്ക്കും ഞാൻ വിചാരിച്ചത് മകള് മാത്രമേ ഒരു ദുരന്തമെന്ന്. ഇതൊരു ഫാമിലി ദുരന്തം തന്നെയാണ്. ഇത്ര നാളല്ലാത്തൊരു ടീമാണെന്ന് അറിയില്ലായിരുന്നു. കേസ് കൊടുത്തതിലുള്ള വിഷമല്ല. ഞാൻ പറയുന്നത് നമ്മൾ പല തംബ്നെയിൽസ് ഉപയോഗിച്ചെന്നും അല്ലെങ്കിൽ പല വീഡിയോകൾ പേരിൽ ചെയ്തും അതിന്റെ പേരിലാണ് കേസ് കൊടുത്തതെന്ന് ചലഞ്ച് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു മിസ്റ്റർ ജാഫർ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ നമ്മുടെ വേഷ്യനെറ്റ് ചാനലിനെതിരെ ഒരു കേസ് കൊടുക്കാനായിട്ട്? നിങ്ങളുടെ മകളെ ഇത്രയും മോശമായി പലതര വീഡിയോസ്, പലതരം വാക്കുകൾ അവൾ പ്രവർത്തിച്ചതാണെങ്കിൽ പോലും ഈ പൊതുജനങ്ങൾക്ക് കാണിച്ചു തന്നത് വേഷ്യനൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാനലാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ അവരുടെ പേരിൽ ഒരു കേസ് കൊടുത്ത്? അത് മാത്രമല്ല കേട്ടോ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ജനങ്ങൾ ഈ പ്രതികരിച്ചതിൽ വിഷമമുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ ഈ ഷോയിൽ നിന്ന് വിഡ്രോ ചെയ്യണം. അല്ലാതെ ഇവിടെ വന്ന് കിടന്ന് തുള്ളി ഈ വക വെള്ളപ്പേപ്പർ കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ നിന്ന ഒരു കാര്യമില്ല. ഒരു ഷോയിലേക്ക് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ആ ഷോയ്ക്ക് പല നിയമങ്ങളും കാണുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വല്ല സ്പെഷ്യൽ കോൺട്രാക്ട് സൈൻ ചെയ്ത് കാണുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ എന്ത് കോൺട്രാക്ടിന്റെ പേരിലാണെങ്കിലും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഡേ 1 തൊട്ട് ആ ഷോയിൽ കാണിച്ചത് ഒരു വ്യക്തികൾക്കും അംഗീകരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ പബ്ലിക്കിന് ഒരിക്കലും കാണാൻ പറ്റാത്ത കാര്യങ്ങള്, വൃത്തികേട് തന്നെ. വൃത്തികേട് കാണിച്ച ഒരു വ്യക്തിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ആ വൃത്തികേട് ബാക്കി എല്ലാവരും കാണട്ടെ, ഭയങ്കര രസമല്ലേ എന്ന് നിങ്ങളെ പോലെ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അത് നിങ്ങളുടെ മകളാണ്. ഒരു പക്ഷേ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാകും. ശരി ചെയ്ത ശരിയെന്ന് പറയാനും തെറ്റ് ചെയ്ത
തെറ്റെന്ന് പറയാനും പേടിയില്ലാത്ത ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ജാഫർ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന ചില കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എനിക്കും അറിയാം നമുക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ വെറുതെ വ്യക്തിഹത്യ ചെയ്യുക എന്നല്ല. പക്ഷേ ഒരു വ്യക്തി തെറ്റായ ഒരു കാര്യം ഈ സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിനെതിരെ പ്രതികരിക്കാം, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതിപ്പോ ഒരു വ്യക്തിയെ പർപ്പസ്ഫുള്ളി ഡിഗ്രേഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അയാൾക്കെതിരെ വ്യക്തിഹത്യ നടത്തുകയാണെങ്കിൽ. ഇത് അങ്ങനെയല്ല. 90% ആളുകളും ഈ ബിഗ് ബോസ് ഷോ കാണുന്ന ആളുകളും ഈ പറയുന്ന നമ്മുടെ മുല്ലപ്പൂ കുട്ടിക്കെതിരെ എതിരാണെങ്കിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പൊന്നു ജാഫ്രിക്ക, കിണറ്റിലേക്ക് ചാടാൻ എളുപ്പമാണ്, പിന്നെ അവിടെ കയറാൻ കുറച്ചു പാടാണ്. അപ്പൊ എന്താ കേസ്, എല്ലാവരുടെയും വായ മൂടിക്കെട്ടി ഇനിയും ഒരിക്കലും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒന്നും പറയരുത്, ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോകൾ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ, ഇതൊരു പബ്ലിക് ഷോയാണ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഒരു ഷോയാണ്. സോ ഡെഫിനറ്റ്ലി ആളുകൾ പ്രതികരിക്കും. അത് ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തിയും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ? ഒരു ഷോയിൽ പോയിരുന്ന് വൃത്തികേട് കാണിച്ചെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വൃത്തികേട് കാണിച്ചതിന് നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് അയ്യോ ജാസ്മിൻ എന്തൊരു നല്ല കുട്ടിയാണ് അങ്ങനെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ജാസ്മിനെ ആ ഷോയിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് കുറച്ച് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞു വിടണമായിരുന്നു. കല്യാണം പോലും ഉറപ്പിച്ച് ആ ഷോയിൽ പോയിട്ട് ഈ വക തെണ്ടിത്തരങ്ങൾ കാണിച്ച ആളുകൾ ഇങ്ങനെ തന്നെ പറയും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ഒരു ഫാമിലി മാത്രമല്ലല്ലോ തകർന്നേ, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ കല്യാണം ഉറപ്പിച്ച ആ വ്യക്തിയുടെ ഒരു അവസ്ഥ നോക്ക്. അയാൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. കാരണം എന്നും ജാസ്മിൻ കാണിക്കുന്ന ഒരേ കോപ്രായങ്ങൾ ആ ഷോയില്, ജാസ്മിന്റെ വാക്കുകള് എന്ത് മോശമായ കാര്യങ്ങളാണ്. നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഒരാളായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇത്രയും കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മകളെ കുറിച്ച് ആരും സംസാരിക്കരുത് എന്നൊരു വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു വിടരുതായിരുന്നു. കാരണം ഈ വക സാധനങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുമെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല്, ജാസ്മിൻ എല്ലാവരും കെട്ടിപ്പിടിക്കും, എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര സോഷ്യലാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കൺസേൺ ഉള്ള ഒരു വ്യക്തിയാണെന്നെങ്കിൽ മകളെ അതിലേക്ക് പറഞ്ഞു വിടരുത്. അപ്പൊ ഈ ചിക്കിലി അതും വേണം, എന്താ പറയാ, ഉത്തരത്തിലുള്ളത് എടുക്കാൻ വേണം, കഷത്തിലുള്ളത് പോകാനും പാടില്ല. ആ ഒരു പരിപാടി അത് നടക്കില്ലെന്നാ പറഞ്ഞത്. ഇപ്പോൾ പോലും ഇത്രയധികം നിങ്ങൾ പറയുന്നു സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നു. കൃത്യമായ കാര്യങ്ങൾ പറയുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ആളുകൾ സൈബർ ബുള്ളിയിങ് ചെയ്യുന്നു പറയുന്നു. നിങ്ങൾ ഭയങ്കര കൺസേൺ ആണെങ്കിൽ എന്തുകൊണ്ട് ഈ വ്യക്തിയെ ഷോയിൽ നിന്ന് പിൻവലിക്കുന്നില്ല? മണിയാണ് മുഖ്യം, അതല്ലേ കാര്യം. പിന്നെ ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ഇത് പ്രവർത്തിച്ച ജാസ്മിന് എന്ത് ശിക്ഷയാണ് നിങ്ങൾ കൊടുത്തത്? നല്ല അപ്രിസിയേഷൻ കൊടുത്ത് ഒന്നുകൂടി ശക്തമായി എല്ലാവരെയും തെറിവിളിക്കാനും വേണ്ടാത്തത് പറയാനുള്ള ഒരു ലൈസൻസ് അതാണ് കൊടുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നിങ്ങളുടെ വൈഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരും ആരും ഒച്ചയ്ക്ക് വർത്തമാനം പറയാൻ ദേഷ്യപ്പെടരുതോ. നിങ്ങൾ പറയണ്ടേ ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യപ്പെടണം. കാരണം നിങ്ങൾക്കറിയാം പറയേണ്ട കാര്യങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞില്ല, തെറി വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ജാസ്മിൻ വീണ്ടും പബ്ലിക്കിൽ ശ്രദ്ധിക്കപ്പെടില്ല, ജാസ്മിന് വോട്ട് കുറയും. സോ മേ ബി അതുകൊണ്ട് ജാസ്മിൻ അല്ലെങ്കിലും ജയിക്കാൻ ഒരു ചാൻസ് ഇല്ല കേട്ടോ. തലയ്ക്കകത്ത് എന്തെങ്കിലും ഊളയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജാസ്മിന് വോട്ട് ചെയ്യില്ല. അങ്ങനെ തന്നെ ഞാൻ പറയുന്നു. അപ്പോ ഇങ്ങനെയുള്ള ജാഫ്രിക്കയുടെ പല ഉഡായ്പകളും ഇനി വരുന്നത് നമുക്കറിയാം. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഒരു യൂട്യൂബേഴ്സും പേടിക്കാനും പോണില്ല. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം അത് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങളെ പോലെ തന്നെ നമുക്കും അതുണ്ട്. പറഞ്ഞു തന്നെ പോകും, ഒരു സംശയം വേണ്ട. മക്കളെ, ഈ വീഡിയോയെ കുറിച്ചുള്ള വളരെ വിവരിച്ച നിങ്ങളുടെ വിവരണങ്ങൾ, കാരണം ഈ പറയുന്ന ഈ ഒരു പേപ്പർ നമ്മളെ കാണിച്ച് പേടിപ്പിച്ചത്, ഈ കേസ് കൊടുത്തത്, ഈ ഓരോ കമന്റ്സ് ഇടുന്ന വ്യക്തികൾക്കും കേരളത്തിലെ ഈ ഷോ കാണുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള ഒരു തിരിച്ചടി എന്നൊന്നും പറയാനില്ല. ഓരോ വ്യക്തികളെയും ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാക്കി തരാം, നിങ്ങളുടെയൊക്കെ വായ ഞങ്ങൾ അടച്ചു പൂട്ടും എന്നൊക്കെ പറയാനുള്ള ഒരു ഉഡായ്പ പ്രസ്ഥാനം തന്നെയാണ്. അപ്പൊ നല്ല ശക്തമായ കമന്റുകൾ ഇടണം. ഇനി മറന്നു പോകാതെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഗബ്രിയുടെ പേരിൽ കേസ് കൊടുത്തോ? കാരണം നിങ്ങൾ പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ വൃത്തികേടുകൾക്ക് വഴി തെളിച്ചത് ഗബ്രിയും ജാസ്മിൻ ഒരുമിച്ചാണല്ലോ. കാരണം ഗബ്രിയാണ് കടിച്ചത്, ഉമ്മ വെച്ചത്, കെട്ടിപ്പിടിച്ചത്. നമ്മളൊന്നുമല്ല. 10-60 ദിവസം ഇത് ചെയ്തത് അവനാണ്. നിങ്ങളൊരു പണി ചെയ്യേ, ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യുക അവന്റെ പേരിൽ. എന്നിട്ട് അവൻ ആദ്യം ജയിലിൽ പോകട്ടെ, എന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച വ്യക്തികളുടെ നെഞ്ചിലേക്ക് വരാം. ആദ്യം ഒരു പ്രവൃത്തി കണ്ടതിൽ
ഒരു ആക്ഷൻ എടുക്ക്. അതില് ആദ്യം നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അതിനകത്ത് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ജാസ്മിന്റെ സമ്മതത്തോടു കൂടി പ്രായപൂർത്തിയായി രണ്ടാളുകൾ എന്ത് കാട്ടിക്കൂട്ടിയാലും നിങ്ങൾ അതിനെങ്ങനെ കേസ് എടുക്കും? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവന്റെ കണ്ണിലെ കരട് നീക്കണം. അവനവന്റെ മകളെ നന്നായി മുന്നോട്ട് പോകാൻ കുറച്ച് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഇത്ര നാളും വളർത്തിയത് ശരിയല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നാട്ടുകാരുടെ മെത്ത് കുതിര കയറാൻ നിൽക്കുക. ഇത് എല്ലാവരും ഒന്ന് കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇയാൾക്ക് ഇനി കൂടുതൽ സൈബർ ബുള്ളിങ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. കാരണം ഈ വക ഉടായ്പകളും കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയ സമൂഹം വലിച്ചോട്ടിക്കുന്നുള്ളതിന് ഒരു സംശയം വേണ്ട. കമന്റ്സ് ഒക്കെ പോരട്ടെ. അടുത്ത വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.